ഹലോ ഗൈസ്, ഇപ്പോൾ ഞങ്ങളുള്ളത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇത് ഞങ്ങളുടെ സെക്കൻഡ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ അറൈവ് ചെയ്തേ ഉള്ളൂ. ഞങ്ങൾ എയർപോർട്ടിലോട്ടേക്ക് ചെക്ക് ഇൻ പ്രോസസ്സിനൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ചെക്ക് ഇൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ പ്ലെയിനിലോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എയർ ഏഷ്യ വഴിയാണ് ഞങ്ങൾ പോകുന്നത് മലേഷ്യക്കാണ്. ഒരു 4 hour 30 minute ഫ്ലൈറ്റാണിത്. എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ടൈം എന്ന് പറയുമ്പം ഏകദേശം ഒരു 2.5 മണിക്കൂർ മുന്നെയാണ് നമ്മുടെ നാട്ടിലത്തേനേക്കാളും. ഇവിടെ രാവിലെ ഒരു 7:30 ആയിരിക്കുന്നത്. ഇപ്പോൾ മലേഷ്യയിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് റിഫ്രഷായി ഞങ്ങൾ ഇനി ഇമിഗ്രേഷനിലേക്ക് പോകണം. ഇവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്നും വലിയ പിടിയില്ല. എന്നാലും ഒരു മലേഷ്യൻ ഡിജിറ്റൽ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ ഉള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുവഴി ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. 3 days ബിഫോറാണ് അത് ചെയ്തത്. എങ്ങനെയാണെന്നറിയില്ല, നമുക്ക് നടക്കാം. എന്തൊക്കെയാണെന്നുള്ളത് വഴിയെ പറയാം. മലേഷ്യൻ ഡിജിറ്റൽ കാർഡ് ഞങ്ങൾ 3 ദിവസം മുന്നേ തന്നെ ഓൺലൈനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻ കേസ് നമ്മളത് എടുത്തിട്ടില്ല എങ്കിലാണെങ്കിൽ പോലും എയർപോർട്ടിൽ വന്നിട്ട് ഓൺ അറൈവലായിട്ട് ഇവർ നമുക്ക് കമ്പ്യൂട്ടറൊക്കെ പ്രൊവൈഡ് ചെയ്യും. നമുക്ക് സ്വയം എടുക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് ചാർജസ് ഒന്നുമില്ല. വിസ സ്റ്റാമ്പൊക്കെ ചെയ്ത് ഞങ്ങൾ അങ്ങനെ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം ആദ്യം തന്നെ ഞങ്ങൾ ഫസ്റ്റ് കറൻസി എക്സ്ചേഞ്ച് ചെയ്തു. അതിനുശേഷം ഞങ്ങളൊരു സിം കാർഡ് എടുത്തു. ഒരു 20 ringgit 20 GB ഡേറ്റ ആൻഡ് അൺലിമിറ്റഡ് കോൾസ് ഉള്ളൊരു സിം കാർഡാണ് എടുത്തത്. പിന്നെ ഏകദേശം ഞങ്ങളൊരു 7-8 മണിക്കൂറായി ഫുഡൊക്കെ കഴിച്ചിട്ട്. സോ ഫസ്റ്റ് ഞങ്ങളൊരു ചായ കുടിച്ചു. അതിനുശേഷം ലൈറ്റായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് എയർപോർട്ടിൽ വെച്ച് തന്നെ കഴിച്ചു. നമ്മൾ ഓരോ രാജ്യത്ത് നിന്ന് ഓരോ സ്ഥലങ്ങൾ കാണുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ അവിടുത്തെ ഫുഡും എക്സ്പ്ലോർ ചെയ്യുക എന്നത്. ഇവിടെ എയർപോർട്ടിൽ നിന്ന് 2 മാർഗങ്ങളുണ്ട് കുലാലംപൂർ എത്താൻ. അപ്പോൾ ഞങ്ങൾ ബസ്സുണ്ട്, ട്രെയിനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ എടുത്താലോ എന്ന് വിചാരിച്ച് ട്രെയിനിൻ്റെ അവിടെ തൊട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രെയിന് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ട്രെയിനിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ 2-3 പേരോടൊക്കെ ചോദിച്ചു. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്താണ്, ക്ലിയ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രെയിൻ പിടിച്ചാൽ മതി കുലാലംപൂർ എത്താൻ വേണ്ടിയിട്ട്. അതാണ് ഏറ്റവും എളുപ്പമുള്ളത്. അല്ലെങ്കിൽ പിന്നെ ബസ്സിൽ പോവാം. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുന്നിലാണ്. പിന്നെ ഇവിടെ എല്ലാവർക്കും ഏകദേശം ഇംഗ്ലീഷും തമിഴും ഒക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സംസാരിക്കാനും ഇതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. തായ്ലൻഡിൽ പോയ സമയത്ത് തായ്ലൻഡിൽ അവർക്ക് അവരുടെ ഭാഷ മാത്രമേ അറിയുള്ളൂ, തായ് ഭാഷ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ വെച്ചാണ് സംസാരിച്ചത്. ഇവിടെ അങ്ങനെയില്ല, എളുപ്പമാണ്. ഇവിടെ ഇപ്പോൾ എയർപോർട്ടിൽ തന്നെ ഒരു മാളാണ്. അപ്പോൾ ഈ മാളിൽ കുറേ സാധനങ്ങളുണ്ട്. വൈഫ് അവിടെ ഷോപ്പിംഗ് പറ്റിയ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ വെറൈറ്റീസ് ഓഫ് ഫോൺ കവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതെടുത്താലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻഡു 17 കൂട്ടിയാൽ മതി. അതാണ് നമ്മുടെ നാട്ടിലെ കാശ്. അപ്പോൾ അതൊക്കെ നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. Sila beri laluan kepada penumpang untuk keluar sebelum naik lift. The KLIA Express Train, KLIA Terminal 1 and KL Center. അപ്പോൾ ഇതാണ് നമ്മളുടെ എയർപോർട്ടിൽ നിന്ന് KL സെൻട്രൽ, അതായത് കുലാലംപൂർ സിറ്റി വരെയുള്ള എക്സ്പ്രസ് ട്രെയിൻ. അപ്പോൾ ഇതിന് ഞങ്ങൾക്ക് ആയത് ഒരാൾക്ക് 55 ringgit വെച്ചിട്ടാണ്. 55 ringgit എന്ന് വെച്ചാൽ ഏകദേശം ഒരു 1000 സംതിങ് ആയിരിക്കും. ഇത് ഹൈ സ്പീഡ് ട്രെയിനാണ്. എവിടെയും നിർത്തലൊന്നുമില്ല. നേരെ KL സെൻട്രലിലാണ്.
മലേഷ്യയിലെ ഒരു ഫസ്റ്റ് ലുക്ക് കാണാം നമുക്കിവിടെ. എയർപോർട്ടാണ്, ഞങ്ങൾ വന്ന എയർപോർട്ടാണ്. ഭയങ്കര സൈലൻ്റായ ട്രെയിനാണ്, പക്ഷേ ഫാസ്റ്റ് ട്രെയിനാണെന്നാണ് പറയുന്നത്. എക്സ്പ്രസ് ആണെന്നാണ് പറയുന്നത്. ഈ ട്രെയിനിലാണെങ്കിൽ പ്രത്യേകിച്ച് ആരും ഇല്ല, ഇപ്പോൾ കാലിയായിട്ടാണ് ഓടുന്നത്. ഇപ്പോൾ കുറച്ച് യാത്രക്കാരൊക്കെ കയറുന്നുണ്ട്. അത് ക്ലിയ ടു ടെർമിനലിൽ നിന്നാണ്. അതായത് എയർപോർട്ടിന് തന്നെ 2 ടെർമിനലുണ്ട്. അതിൽ നമ്മൾ കയറിയത് അറൈവലും അത് ഡിപ്പാർച്ചറും അങ്ങനെയാണ്. നമ്മുടെ ആളുടെ സ്ഥിരം പരിപാടിയാണ് ട്രെയിനിൽ കയറി കഴിഞ്ഞാലും ബസ്സിൽ കയറി കഴിഞ്ഞാലും ഉറങ്ങുക എന്നുള്ളത്. പെട്ടെന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് ഞെട്ടി എണീറ്റു. അപ്പം ഞങ്ങൾ ട്രെയിനിൽ നിന്നുള്ള വ്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മളുടെ നാട്ടിലെ പോലെ തന്നെ നല്ല പച്ചപ്പുണ്ട്, അതിൻ്റെ കൂടെ നല്ല പടുകൂറ്റൻ ബിൽഡിങ്ങുകളും. അപ്പോൾ അവർ നല്ലതായിട്ട് ഓർഗനൈസ് ചെയ്ത് പച്ചപ്പും ആ ബിൽഡിങ്സും കൂടെ കോർത്തിണക്കിക്കൊണ്ട് പോയിരിക്കുന്നത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ അത്യാവശ്യം നല്ല ക്ലീനുമാണ്, സിറ്റി ഫുൾ ക്ലീനുമാണ്. ഇവരുടെ ഈ റോഡ്സും ബ്രിഡ്ജസ് കൺസ്ട്രക്ഷനൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കൗതുകം തോന്നും. നമ്മുടെ നാട്ടിലെന്താണ് ഇതുപോലെയൊന്നും വരാത്തതെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം നമ്മളുടെ രാജ്യം ഇതിലും വലിയ ഒരു രാജ്യമാണ്. പക്ഷേ ഇത്തരത്തിൽ ഇവരുടെ പോലെ ഓർഗനൈസ്ഡ് ആയിട്ട് എന്ന് മാറും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം നമ്മുടെ രാജ്യത്തൊന്നും ഇങ്ങനെ ഒരു സംഭവം ഈ അടുത്ത കാലത്തൊന്നും വരുന്നൊന്നുമില്ല. ഏകദേശം 50 കിലോമീറ്ററാണ് എയർപോർട്ടിൽ നിന്ന് കുലാലംപൂറിലേക്കുള്ളത്. അപ്പോൾ എക്സ്പ്രസ് ട്രെയിൻ വഴിയാണെങ്കിൽ നമുക്ക് 30 മിനിറ്റ്സ് കൊണ്ട് എത്തും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ 30 മിനിറ്റ്സിൻ്റെ എക്സ്പ്രസ് ട്രെയിൻ എടുക്കാൻ കാരണം. ഇതുകൂടാതെ നമുക്ക് ബസ്സിലാണെങ്കിലും പോവാം. ബസ്സിലാകുമ്പോൾ ഒരു 1 hour അടുത്തെടുക്കും. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കുലാലംപൂർ സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് ഞങ്ങൾ ഗ്രാബ് ടാക്സി വഴിയാണ് പോകുന്നത്. ഗ്രാബ് ടാക്സി എന്ന് പറയുന്നത് ഊബർ പോലെ തന്നെ ഒരു ടാക്സി ബുക്കിംഗ് ആപ്പാണ്. അപ്പോൾ അതുവഴി ഒരു 10 റിങ്കറ്റാണ് ഞങ്ങൾക്ക് ഹോട്ടൽ വരെ കാണിച്ചത്. അപ്പോൾ ഞങ്ങളെ പിക്ക് ചെയ്യാൻ ഡ്രൈവർ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ഹോട്ടലിനോട് അടുക്കാറായി. അപ്പോൾ ഇവിടുത്തെ സ്ട്രീറ്റ്സിലെ കുറേ ബ്യൂട്ടിഫുൾ ആർട്ടിസ്റ്റ് വരച്ച ആർട്ട് കാണാം. അപ്പോൾ പല പല ബിൽഡിങ്ങുകളുമേ പല ചുവർ ചിത്രങ്ങളുമായി ഭയങ്കര കളർഫുള്ളാണ് മലേഷ്യ. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞു. ഞങ്ങളുടെ ടാക്സിയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ കയറുമ്പോഴാണ് അറിയുന്നത് ഞങ്ങൾക്ക് 2 PM ചെക്കിനുള്ളൂ. അതിന് മുന്നേ കയറണമെങ്കിൽ 100 റിങ്കറ്റ് അവർക്ക് കൊടുക്കണമെന്ന്, ഏർലി ചെക്കിൻ വേണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾ 100 റിങ്കറ്റ് എന്ന് പറയുന്നത് ഏകദേശം റൂമിൻ്റെ ഒരു ഹാഫ് റെൻ്റായി. അപ്പോൾ ഞങ്ങൾ 2 hours കൂടെ ഉള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാണ് ഈ സിറ്റിയുടെ മെയിൻ അട്രാക്ഷൻസൊക്കെ. അതുകൊണ്ട് തന്നെ കുറച്ച് നടന്നാൽ മതി. പക്ഷേ നടന്ന് കാണണമെങ്കിൽ ഡിസൈറിന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങ് ഡിസൈറിന് ഇഷ്ടപ്പെട്ട ബോബ കോഫി തന്നെ അങ്ങ് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ബോബ കോഫിയൊക്കെ കുടിച്ച് വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഇൻഡിപെൻഡൻസ് സ്ക്വയറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ഇത് വന്നില്ലല്ലോ, സിഗ്നൽ വന്നില്ലല്ലോ അല്ലേ? കുറച്ച് നേരം ഉണ്ടെന്ന് തോന്നുന്നു. കണ്ട സിഗ്നൽ ഉണ്ടോ അവിടെ?
ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ ജലാഹു എന്നുള്ളൊരു പ്ലേസിലാണ് നിൽക്കുന്നത്. ജലാങ് ഗുങ്. ഇവിടുത്തെ മര്യാദയ്ക്ക് പേരുകളൊന്നും പറയാൻ കിട്ടില്ല, പക്ഷേ ഏതോ ഒരു നല്ലൊരു സ്ഥലത്താണ്. അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞങ്ങളുടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ടൈം 2 മണി ആയതുകൊണ്ട് കുറച്ച് സമയം കളയാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ നല്ലൊരു അടിപൊളി വൈബാണ്. പിന്നെ ഇപ്പോൾ ഉച്ചയ്ക്ക് 12 മണിയാണ്, പക്ഷേ അത്ര വെയിലും കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു മഴക്കോളും ഉണ്ട്. ഇവിടുത്തെ ആണുങ്ങളൊക്കെ വെയർ ചെയ്യുന്ന ഒരു പ്രത്യേക ജാതി ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഒരു ഇതെല്ലാ ആണുങ്ങളെയും നോക്കിക്കഴിഞ്ഞാൽ, മലേഷ്യൻ ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു പാതി മുണ്ട് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരിക്കും. എന്താണ് സംഭവം എന്നറിയില്ല, ഇവരുടെ ട്രഡീഷനാണെന്ന് തോന്നുന്നു. ഇന്ന് ഇടാനൊരു പ്രത്യേകത കൂടെയുണ്ട്. ഇന്ന് ഈദാണ്. അപ്പോൾ ആ ഈദിൻ്റെ ഒരു ഇതിലാണ് അവരെല്ലാവരും ഇങ്ങനെ ഈ ട്രഡീഷണൽ വെയറൊക്കെ ഇട്ട് ഫാമിലിയുമായി ഇവിടെ ഇൻഡിപെൻഡൻസ് സ്ക്വയറിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ധാരാളം ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതൊക്കെ മലേഷ്യക്കാർ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ വെച്ച ഒരു സ്ഥലം തന്നെയാണ് ഈ ഇൻഡിപെൻഡൻസ് സ്ക്വയർ. ഒരു ചെറിയൊരു ഫൗണ്ടൻ ഉണ്ട് ഈ ഇൻഡിപെൻഡൻസ് സ്ക്വയറിൻ്റെ നടുക്കിലായിട്ട്. ഇതിൻ്റെ അവിടെ വന്നു ഞാൻ അത്യാവശ്യം ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടു തീർത്ത് ഇപ്പോൾ ഒരു ട്രഡീഷണൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് സോങ് ഹി ബീഫ് നൂഡിൽ എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഫേമസ് ഒരു ബീഫ് നൂഡിൽസ് ഷോപ്പാണ്. അപ്പോൾ ഇവിടെ ഞാൻ കുറേ നേരമായി പരിശ്രമിക്കുന്നു ഈ ചോപ്സ്റ്റിക്സ് വെച്ച് ചെയ്യാൻ. അവസാനം പഠിച്ചു. ഇപ്പോൾ അരമണിക്കൂർ എടുത്തു കഴിഞ്ഞാലും സാധനം പഠിച്ചു. ഇതാണ് നമ്മുടെ റൂം. Okay, come on. Okay. ഇതെവിടെ തന്നെയാണ് വാഷ് ബേസിൻ ആൻഡ് bathroom is here. So, this is wardrobe. അങ്ങനെ റൂമിൽ പോയി കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ മലേഷ്യയിലെ നൈറ്റ് ലൈഫൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി പുറത്തിറങ്ങി. നിങ്ങൾക്ക് കാണാം റോഡ്സ് കാര്യങ്ങളൊക്കെ കാണാം. എല്ലാം സ്കൈ സ്ക്രേപ്പേഴ്സാണ്, നല്ല ഉയരം കൂടിയ ബിൽഡിങ്ങുകളാണ്. അപ്പോൾ ഈ അടുത്ത് ഉള്ള ബിൽഡിങ്സൊക്കെ തന്നെയാണ് നമ്മളുടെ നാളെ കാണാൻ പോകുന്നതും കാര്യങ്ങളും. അപ്പോൾ ഈ KL ടവർ, പിന്നെ നമ്മുടെ പെട്രോണാസ് ട്വിൻ ടവർ കാര്യങ്ങളൊക്കെ അടുത്തടുത്ത് തന്നെയാണ്. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇൻഡിപെൻഡൻസ് സ്ക്വയർ എത്തിയത്.
അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ വന്ന ഇൻഡിപെൻഡൻസ് സ്ക്വയർ തന്നെയാണിത്. പക്ഷേ രാത്രിയായപ്പോൾ കണ്ട ഈ സ്ഥലത്തിൻ്റെ അതേ ഗതിയെ മാറി, മൊത്തത്തിൽ വേറൊരു സ്ഥലം പോലെ. അപ്പോൾ ഇവിടെ ഈദായതിൻ്റെ കുറേ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ കണ്ടുകൊണ്ട് നടക്കുകയാണ്. So guys, that is the end of day 1 in Malaysia. അപ്പോൾ ഇനി നാളെ അടുത്ത day 2 വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.